ഒരു പ്രോപ്പർ സ്പിന്നിങ് ട്രാക്കിൽ വന്ന് 5 വിക്കറ്റ് തൂക്കിയിരിക്കുന്നു. അതെ, അയാൾ ഗോട്ട് തന്നെയാണ്. സൗത്ത് ആഫ്രിക്കയിൽ കളിക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കൻ ബൗളർമാർക്കൊപ്പമോ അവർക്ക് മുകളിലോ മികവ് കാണിക്കാറുണ്ട് ബുംറ. ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും വിൻഡീസിലും അങ്ങനെ തന്നെയാണ്. ഇനി അയാൾക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരേയൊരു സ്ഥലം ന്യൂസിലാൻഡ് മാത്രമാണ്. സീമിംഗ് കണ്ടീഷൻ സ്ഥിരമായി കിട്ടുന്ന സെന രാജ്യങ്ങളിലെ ബൗളർമാർക്ക് അവരുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്റ്റ് ബുംറക്ക് അവിടെ കളിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവർ ആരും ഇന്ത്യയിലേക്ക് വരുമ്പോൾ ബുംറ ഇവിടെ ചെയ്യുന്നതിൻ്റെ 100ൽ 1 പോലും ചെയ്യുന്നില്ല. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുന്ന ഏതൊരു ടീമും ആഗ്രഹിക്കുന്ന രീതിയിലൊരു തുടക്കമാണ് സൗത്ത് ആഫ്രിക്കക്കും കിട്ടുന്നത്. 2 ഓപ്പണർമാരും ഗ്രീസിൽ സെറ്റാവുന്നു. അസാധാരണമായ എന്തെങ്കിലും സംഭവിക്കാതെ ഇന്ത്യക്കൊരു ബ്രേക്ക് ത്രൂ കിട്ടില്ല എന്ന് തോന്നിച്ച സമയത്ത് ലെങ്ത് ബോളാണ് വരുന്നത്. റിക്കിൾട്ടൺ സോളിഡായി പ്രതിരോധിക്കുന്നു. അടുത്ത പന്ത് ഓഫ് സ്റ്റംപ് ലൈനിലാണ് പിച്ച് ചെയ്യുന്നത്. ആംഗ്ലിംഗ് ഡെലിവറി പ്രതീക്ഷിക്കുന്ന റിക്കിൾട്ടൺ, പക്ഷേ പന്ത് ചെറുതായി ഒന്ന് മൂവ് ചെയ്യുന്നു. ഓഫ് സ്റ്റംപ് പറക്കുന്നു. തൊട്ടടുത്ത ഓവറിൽ മക്രത്തിന് കിട്ടുന്നത് ഷോർട്ട് ഓഫ് ലെങ്തിൽ നിന്നും കുതിച്ചുയർന്നൊരു അൺപ്ലേയബിൾ പന്താണ്. സൗത്ത് ആഫ്രിക്ക ഈ 2 പ്രഹരങ്ങളിൽ നിന്നും കരകയറുന്നതേയില്ല. അവസാനം അയാളുടെ 5 വിക്കറ്റ് നേട്ടത്തിനായി അലറി വിളിക്കുന്ന ഗാലറികളെ സാക്ഷി നിർത്തിയൊരു ടോപ്പിൻ സ്വിംഗിങ് യോർക്കർ. ജസ്പ്രീത് ബുംറ തൻ്റെ ക്ലാസ് ആൻഡ് കാലിബർ ഒരിക്കൽ കൂടി കാട്ടിത്തന്നിരിക്കുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ 16ാമത്തെ 5 വിക്കറ്റ് നേട്ടം. അതെ, നമുക്ക് ആകെ കൂടി ഒരേയൊരു ബുംറ മാത്രമേ ഉള്ളൂ. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബൗളിംഗ് ആവറേജ്. ഒരുപക്ഷെ അങ്ങേയറ്റം പോയാൽ ഒരു 400-450 വിക്കറ്റിൽ കൂടുതൽ നേടാൻ ബുംറക്ക് പറ്റില്ല. പക്ഷേ അയാൾ കളിച്ച മത്സരങ്ങളിൽ കൊടുത്ത ഇമ്പാക്റ്റ് ഒന്നും ഓർമ്മിപ്പിക്കപ്പെടും. റബാഡയുടെ സ്ട്രൈക്ക് റേറ്റ് പ്രശംസ അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ സൗത്ത് ആഫ്രിക്കയിലെ പിച്ചുകളിൽ കളിച്ചിട്ട് അത്തരമൊരു സ്ട്രൈക്ക് റേറ്റ് വന്നതാണ് എന്ന വസ്തുതയുമുണ്ട്. ബുംറയുടെ സ്ട്രൈക്ക് റേറ്റും മോശമല്ല. ഇതേ സ്ട്രൈക്ക് റേറ്റിലും ആവറേജിലും 500 വിക്കറ്റെങ്കിലും വന്നിരുന്നേൽ ഉറപ്പായും ഓൾ ടൈം ഗോട്ട് ലിസ്റ്റിൽ ബുംറ എത്തും. പക്ഷേ ഇഞ്ചുറി കാരണം അതിന് സാധ്യത കുറവാണ്. ക്രിക്കറ്റിൽ ഇയാളെ വെല്ലാൻ ഒരു ബൗളറുമില്ല. ഇന്ത്യയിലെ പിച്ചുകളിൽ പോലും പീക്ക് ലെവൽ സ്പെഷ്യൽ എറിയാൻ ഇപ്പോൾ നിലവിൽ ഇയാൾ മാത്രമേ ഉള്ളൂ. കമിൻസ്, റബാഡ, സ്റ്റാർക്ക്, എയ്സൽ ഹുഡൊക്കെ ഏഷ്യൻ കണ്ടീഷനിൽ ബുംറക്കും ഒരുപാട് താഴെയാണ്. ബൗളിംഗ് എറിയെന്ന് ചില ക്രിക്കറ്റ് പ്രേമികൾ ഓമനിച്ച് വിളിക്കുന്ന കാലഘട്ടത്തിലെ ബൗളർമാരെക്കാൾ മികച്ച ബൗളറാണ് ബാറ്റിംഗ് റയിൽ കളിക്കുന്ന ബുംറ എന്ന സത്യം ഇപ്പോഴും പലരും അംഗീകരിക്കുന്നില്ല.